വിശ്വകർമാവേ ക്ഷേണിച്ചും എന്നിട്ടുള്ള ഗർഭനാദികൾ തിരന്തലാതിരിക്കുന്ന മഹനീയമായിരിക്കുന്ന മുഹൂർത്തമല്ലേ ഇത് ജനക്കരക്കപ്പെടും പറഞ്ഞാൽ തീരാത്തതായ ഉപാസനാമൂർത്തിയാണ് മാതാവ്. അവിശേഷിക്കുന്നതായ എല്ലാ കാര്യപ്രമാണങ്ങളും എന്നിലാണ് അവശേഷിക്കുന്നത്. ശക്തി എന്നിരിക്കുന്ന അനുഭവത്തെക്കുറിച്ച് ഗ്രാഹ്യമുണ്ടോ നിങ്ങൾക്ക്? ആരാണ് ശക്തി? ശക്തിയില്ലെങ്കിൽ അസുരഹരിയായിരിക്കുന്ന വിഷ്ണുവിന് പോലും ചലിക്കാൻ സാധ്യമാകുമോ? രക്ഷപ്പെടാ ശക്തി വേണം വിഷ്ണു ചലിക്കണമെങ്കിൽ. അങ്ങനൊരു വൈഭവമുണ്ട്. അതുകൊണ്ട് വൈഭവത്വം മകര്യമായിരിക്കുന്ന 4-ാം സുദിനം കഴിഞ്ഞു 5-ാം സുദിനത്തിലേക്ക് എത്തി. ഇനി എൻ്റെ രണ്ടാദിയുടെ ഒരു നിർണ്ണയിക്കുന്ന വിശേഷമുണ്ട്. പ്രയത്നമല്ലേ നിങ്ങൾ ചെയ്യുന്നത് അല്ലേ? അതിനുവേണ്ടിയാണ് ദശാവതാര ജന്മാധികം മെനക്കപ്പെടും. നിങ്ങൾ എല്ലാം ഓരോന്നുമല്ലല്ലോ കൊണ്ട് പഠിപ്പിക്കാൻ അനവധി കാര്യപ്രമാണങ്ങളില്ലേ? അല്ലേ ഉണ്ടാകാറ ശരിയാക്കി അങ്ങനെയല്ലേ? ഈ യവർണഗിരിയിരിക്കുന്ന സാന്നിധ്യം അത്ര അലങ്കാരമാക്കി വെച്ചിരിക്കുന്ന പവിത്ര ശില്പമുണ്ടാകും. ഇതൊന്നും മറന്നുകൂടാതെ നിങ്ങൾ പറിച്ച് നട്ടു. തായ്വേര് അവിടെ തന്നെ അവിടെ നശിക്കുമോ? അത് നശിക്കുമോ? ചെറുക്കനൊക്കെ പറയും നശിക്കൂല. ഉള്ളതായിരിക്കുന്ന ശിഖരത്തെ കൊണ്ട് പന്തലിച്ച് കാണണം. അവിടെ വർത്തമാനന്മാരുടെ ചെറുക്കനെ അലങ്കാരത്തിന് കുറവുണ്ടോ? അല്ല അമ്മ കൊടുക്കുന്ന കടാക്ഷത്തിന് കുറവുണ്ടോ? ഭദ്രവാദി അങ്ങനെ തോന്നിപ്പോയോ? തോന്നിപ്പോയോ? അതുകൊണ്ട് എല്ലാം അമ്മക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങളാണ്. അത് ഒരു മറ്റൊരു അവസ്ഥയിലേക്ക് ആക്കി പിടിക്കാണെന്ന് കവണ്ണം നിങ്ങളോടൊക്കെ നിന്ന് കളിക്കാം കേട്ടോ. ആയിരിക്കുന്ന ഭക്തി എന്നിരിക്കുന്ന അനുഗ്രഹത്തെ അമ്മ ഇതാ എല്ലാവർക്കും മംഗളം തന്നെ.